നമസ്കാരം. ഞാൻ കലാശാല മുരളി. 2025 സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 4 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മീനക്കൂറിൻ്റെ നക്ഷത്രഫലമാണ് ഞാനിപ്പോൾ പറയുന്നത്. മീനക്കൂർ എന്ന് പറയുമ്പോൾ പൂരുട്ടാതി, കാര്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും അനുഭവപ്പെടുക. ആഴ്ചയുടെ ആദ്യ ഭാഗങ്ങളിൽ ധനാഗമ മാർഗങ്ങളൊക്കെയും വർദ്ധിക്കും. ബന്ധുക്കൾ സഹായിക്കും. സഹപ്രവർത്തകരുമായി നല്ല നല്ല ആശയങ്ങൾ പങ്കുവെക്കുകയും അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. പുതിയ പദ്ധതികളിൽ നിന്നും ആദായങ്ങളൊക്കെയും ലഭിക്കും. യാത്രകൾ ഗുണം ചെയ്യും. എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ചില ചീത്ത അനുഭവങ്ങളൊക്കെയും ഉണ്ടാകും. രോഗാരിഷ്ടതകൾ മൂലം മനക്ലേശം വർദ്ധിക്കും. ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാവുകയും ധനവരം ഉണ്ടാവുകയൊക്കെ ചെയ്താലും ചെലവ് വർദ്ധിക്കും. മേലധികാരികളുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും സ്ഥാനചലനത്തിന് ഇടവരികയും ചെയ്യും. വളരെ ആഗ്രഹിച്ചിരുന്ന, ഇപ്പോൾ നടക്കും എന്ന് മനസ്സിൽ കരുതിയിരുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാകും. ഈ തടസ്സങ്ങളൊക്കെയും നമുക്ക് മാനസിക വൈക്ലഭ്യങ്ങൾ ഉണ്ടാകാനും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെയും മന്ദത വന്നു ചേരാനും ഒക്കെ സാധ്യതയുണ്ട്. സഹോദരങ്ങൾ ശത്രുക്കളെ പോലെ പെരുമാറും. ബന്ധുക്കൾ ചില അനിഷ്ട സംഭവങ്ങളൊക്കെയും ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈശ്വരനെ മുറുകെ പിടിക്കുകയും നല്ല അനുഭവങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. മനസ്സിന് ധൈര്യം ഉണ്ടാകണം. ധൈര്യം ഉണ്ടാക്കണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ചീത്ത അനുഭവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അതാണ് ഏക മാർഗം. പിന്നെ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്യുക. മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അർച്ചന നടത്തുകയും മുരുകന് ഭസ്മാഭിഷേകവും നടത്തി ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ശമനം ഉണ്ടാക്കി തരണേ എന്ന് മുരുകനോട് പ്രാർത്ഥിച്ചാൽ നല്ല അനുഭവങ്ങളൊക്കെയും വന്നു ചേരും. അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ, സന്തോഷകരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.